ഏട്ടാ നീ പറയുന്ന ആള് വിചാരിച്ച കാര്യം നടക്കുവോ? അത് പുള്ളിയെ പറ്റി നിനക്ക് അറിയാൻ പാടില്ലാത്തണ്ടോ? നിരവാ വെച്ചൊരു കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അയാൾ വാ തുറന്ന് പറയണം. പറഞ്ഞ നീ രക്ഷപ്പെട്ടു. ഈ പഴുത്തോലേക്ക് എടുത്തിട്ട് വടിയിട്ട ആരെങ്കിലും ഒന്ന് ചിറക്കി വിടലടേ. അണ്ണ അങ്ങനെ ഒന്നും വീഴൂല. അഥവാ വീഴുകയാണെങ്കിൽ എന്റെ ഏറ്റവും വലിയ ശത്രു മാത്രമേ വീഴുള്ളൂ. നീ ഇപ്പൊ എങ്ങോട്ട് പോകണം? അവിടെ താഴെ 2 പിള്ളേർക്ക് ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്ന് ചെയ്തു കൊടുത്തിട്ട്. നീ ഒരു പൊതുപ്രവർത്തനല്ലേ? ഇങ്ങനെയുള്ള കൂടുതൽ ഡ്രസ് ഇട്ട് നടക്കാതെ നിനക്ക് നല്ല ഡ്രസ്സിൽ നടന്നു. അണ്ണ ഈ ഡ്രസ്സിന് എന്തിനാണ് കുഴപ്പം? അണ്ണ ഞാൻ പോയിട്ട് അവർ അത്യാവശ്യമായിട്ട് നിൽക്കണം, ഞാൻ വിളിക്കാം. അത്ര അത്യാവശ്യ കാര്യമാണ് എന്റെ അച്ഛനെ വിട്ടാ പോരടേ. അണ്ണ അച്ഛന്റെ കാലമൊക്കെ കഴിഞ്ഞില്ല അണ്ണ, അതിന് നമ്മളൊന്ന് ഇറങ്ങിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം, വരാം. യവനൊക്കെ എങ്ങനെ പൊതുപ്രവർത്തനായത്? പുള്ളിതോ വരുന്നുണ്ട്. ആരടിയത്? എന്ത് ചേട്ടാ, ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അത് പോട്ട്, നീ വിളിച്ച കാര്യം പറ. ആ ചേട്ടാ, ഇവള് ചൈത്ര എന്റെ ഫ്രണ്ടാണേ. ഇവളുടെ ഒരു ജോലിക്കാര്യം പറയാനായിട്ട്. ഇതിന് മാത്രം എവിടെ നിന്നിട ഇവന്റെ വണ്ടിയിൽ ഇത്രയും പെട്രോള്? ചേട്ടാ അത് പോട്ടെ, ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമോ? നീ ഫയലിങ് എടു. നീ ഏതൊരു ഇവൻ അങ്ങനെ വിട്ടാ പറ്റൂലല്ലേ? ചേട്ടാ ചൈത്ര എന്റെ കാര്യം അത് റെഡിയാക്കാം. ഇനി വരികയാണെങ്കിൽ അവന്റെ കാര്യങ്ങളൊന്ന് റെഡിയാക്കാം. എനിക്കൊരു 2 ദിവസത്തെ സമയം താ. ബാക്കി ഞാൻ വേട്ടുവളയിലാണെന്ന് തോന്നുന്നു. ഇന്നിവിടെ വല്ലതും നടക്കും, നീ നോക്കിക്കോ. നടത്തടാ. അയ്യോ ചേട്ടാ എന്തെങ്കിലും പറ്റിയോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ മിക്കവാറും അപ്പുറത്തെ മതിൽ ചെന്ന് ഒട്ടിയിരുന്നു. വരുന്നത് പഴത്തൊലിയുടെ അച്ഛനല്ലേ? ഞാൻ ഒരു 5 മിനിറ്റിനകത്ത് എത്തും. അണ്ണാ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, ഇപ്പൊ വെച്ചോ. അണ്ണന്റെ മകൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? എന്തേടേ? പഴം കഴിച്ചിട്ട് തൊലിയെടുത്ത് റോഡ് ഇട്ടെങ്ങനെ അവൻ ചെയ്തത് ശരിയാണ് അണ്ണ? അവന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ആ പഴത്തിൽ ഇവിടെ വളവിൽ കിടപ്പുണ്ട്. ഞാനതെടുത്ത് മാറ്റിക്കണം. നീ ഇനി ആരും പറയാൻ നിൽക്കണ്ട. ശരിയണ്ണ, ഞാൻ പോട്ടെ. ആ ശരി. ഒരു പഴത്തൊലി കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ റെഡിയാക്കി തരാം. അപ്പൊ ഇങ്ങനെ ഓട്ടത്തിൽ എന്തോ വണ്ടികളുണ്ടല്ലോ. ആ ജംഗ്ഷനിൽ ബൈക്ക് ആക്സിഡന്റ് ആയടേ. എന്റെ പൊന്നു ചേട്ടാ, ഇപ്പൊ പറഞ്ഞുള്ളൂ അവൻ ഏതെങ്കിലും ഭിത്തിയിലിരിക്കുന്നു. ആ ബൈക്ക് നിന്റെ അപ്പന്റെ പുറത്താണ് കയറിയത്. എന്റെ അപ്പന്റെ പുറത്താ? നീ നേരത്തെ എടുത്തിട്ടില്ലേ പഴത്തൊലി? ആ പഴത്തൊലിയാണ് അപകടം ഉണ്ടാക്കിയത്. അണ്ണാ നടന്ന കാര്യം പറഞ്ഞോളൂ. ഇനി ഇത് എവിടെ പോയി നോക്കാനാണ്? റോഡിന്റെ നടുക്കാണല്ലോ കൊണ്ടിട്ടേനെ. അണ്ണ അങ്ങനെ ഒന്നും വീഴില്ല. അഥവാ വീഴുകയാണെങ്കിൽ എന്റെ ഏറ്റവും വലിയ ശത്രു മാത്രമേ വീഴുള്ളൂ. അവൻ മിക്കവാറും അപ്പുറത്ത് മതിൽ ചെന്നോട്ടിരുന്നു. നീ വരുന്നില്ലേ? നിന്റെ അപ്പനാണ് അവിടെ വീട് നടക്കുന്നത്.